അസ്സലാമലൈക്കും കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉണ്ടാക്കാൻ പോണ എന്താണെന്നറിയോ? 10 കിലോ ചിക്കൻ കൊണ്ടുള്ള നല്ല ഒരു അടിപൊളി നാടൻ കറിയാണ് കേട്ടാ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാൻ ഇവിടെ കാണിക്കണില്ല, അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പൊ ഞാനൊരു വലിയ ഉരുളിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഉരുളിയിൽ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അടുപ്പത്തട്ട ഞാൻ ഉണ്ടാക്കണത്. അപ്പൊ വലിയ ഉരുളിയൊക്കെ വെച്ചിട്ട് അടുപ്പത്ത് ഉണ്ടാക്കുക. അപ്പൊ അതിലേക്ക് സബോള ഇട്ട് കൊടുത്ത് ആ സബോള ഒന്ന് നല്ലോണം വഴറ്റാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മൂടി വെക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് നല്ലോണം ഒന്ന് വാടി കിട്ടും. അതിലേക്ക് 2 കിലോ തക്കാളി ഞാൻ ചേർക്കണേൽ 1/2 കിലോ തക്കാളി എടുത്തിട്ട് ഞാനൊരു മിക്സിയിൽ അരച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തക്കാളിയാണ് ഞാൻ അതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതൊന്ന് നല്ലോണം ഇങ്ങനെ വഴറ്റി വരുമ്പോൾ അതിലേക്ക് പച്ചമസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പൊ ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച പച്ചമസാലയുടെ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ ചെയ്യാറ്. ഇനി അതൊരു ഭാഗത്തേക്ക് ഒന്ന് നീക്കി വെച്ചിട്ട് ആ നടുഭാഗത്തൊക്കെ ആയിട്ടാണ് ഞാൻ മസാലകളൊക്കെ ചേർക്കുന്നത്. അപ്പൊ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്ത്, ഉലുവ ഈ കറിക്കും ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അപ്പൊ അതിലേക്ക് മുളകും പൊടിയും പാകത്തിന് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ ചിക്കൻ മസാല പൗഡർ, കുരുമുളക് പൗഡർ, അങ്ങനെ എല്ലാതും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിൽ എഴുതിയത് പോലെ നിങ്ങൾ ചെയ്യണേ. അങ്ങനെ എല്ലാ മസാലകളും കൂടെ നല്ല ഇതിലേക്കൊന്നും ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ എല്ലാ മസാലയുടെ കുത്തുകളും മാറി കിട്ടും. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതില് ഇപ്പൊ വെള്ളമൊന്നും ചേർക്കാതല്ല ഇപ്പൊ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ മസാലയുടെ ഇതിൽ തന്നെ ഇതില് വെന്ത് കിട്ടണം. അപ്പൊ നല്ലോണം നമ്മളെ മസാലയുടെ കുത്തൊക്കെ മാറി നല്ലോണം വെന്ത് കിട്ടി. അപ്പൊ എന്നിട്ട് ഞാൻ അടുപ്പിൽ തന്നെ ഒരു ചുടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചുടുവെള്ളമാണ് ഇതിൽ ഒഴിച്ചിടും. കണ്ടില്ലേ? ആ അരച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഇളക്കി കൊടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടാന്നൊക്കെ നോക്കിയിട്ട് അതിലേക്ക് ഇപ്പൊ കഴുകി വാര വെച്ചിട്ടുള്ള 10 കിലോ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇനി 2-3 പ്രാവശ്യമായിട്ട് അത് മൂടി തുറക്കുക. അങ്ങനെ ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ കറി ഏകദേശം റെഡി. അപ്പൊ ആ വെന്ത് വന്ന കറിക്ക് കുറച്ചും കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ഗരം മസാലയുടെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതവിടെ അടുപ്പത്ത് മൂടി വെച്ചിട്ടിരിക്കുക. അപ്പൊ നമ്മളെ കറി റെഡിയായിട്ട് ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, അന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ, കാണാൻ മറക്കല്ലേ.